86,965 വോട്ട് ഈ UDF തന്നെയാണ് BJPക്ക് കൊണ്ടുപോയി കൊടുത്തത്. കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട്, ആ വോട്ട് എവിടെ പോയി എന്ന് കോൺഗ്രസ് തന്നെ അന്വേഷണ കമ്മീഷനെ വെച്ചു. ആ റിപ്പോർട്ട് തൃപ്തികരമല്ലെന്നും പറഞ്ഞിട്ടാണ് മുരളീധരൻ മറുപടി പറഞ്ഞത്. ഈ സാഹചര്യം ഒന്നും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ടാവില്ല. കാരണം മുരളീധരന്റെ കാര്യത്തിൽ നവാസ് മറുപടി പറയണം. പക്ഷെ അവിടെ VS സുനിൽകുമാർ എന്ന് പറഞ്ഞൊരു LDF നേതാവുണ്ട്, തോൽപ്പിക്കപ്പെട്ട മനുഷ്യൻ. അയാൾ പറയുന്നത് എന്താന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അല്ല, അയാൾ എന്നെ തോൽപ്പിച്ചു, എന്നെ തോൽപ്പിക്കാൻ വേണ്ടി പണിയെടുത്തു, ആ പണിയെടുത്തവർക്ക് രാഷ്ട്രീയ സംരക്ഷണം കിട്ടുന്നു, റിപ്പോർട്ട് പൂഴ്ത്തുന്നു എന്ന അഭിപ്രായം ആർക്കാ ഉള്ളത്? ആ പൂഴ്ത്തുന്നയാളെ ADGP പദവിയിൽ ഇപ്പോഴും പൂരത്തെ കുറിച്ചാണ്. നിങ്ങൾക്ക് പൂരം റിപ്പോർട്ട് വേണം. ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ ആൻസറബിൾ ആയിട്ടുള്ള ഒരു വിഷയമാണ്. അതാണ് എന്റെ ചോദ്യം. നിങ്ങൾ സംഘപരിവാറിനെ സംരക്ഷിക്കുന്നു, സംഘപരിവാറിന്റെ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നു, സംഘപരിവാറുകൾ പ്രതികളാകുന്ന അന്വേഷണ റിപ്പോർട്ടുകൾ പൂഴ്ത്തുന്നു, സംഘപരിവാറിന്റെ നരേറ്റീവിന്റെ മുഖ്യധാരയിൽ കയറി നിന്നുകൊണ്ട് അതിന്റെ പ്രചാരകരാകുന്നു. അതാണ് ഇവിടുത്തെ ഈ ഇന്നത്തെ ഡിബേറ്റിന് ഞാൻ കാണുന്ന വിഷയം അതാണ്. അത് മറുപടിയില്ല. സുനിൽകുമാർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. സുനിൽകുമാർ പറഞ്ഞത് അന്വേഷണ റിപ്പോർട്ടിൽ നടപടി സ്വീകരിക്കണം, അത് ഗവൺമെന്റ് പരിശോധിച്ചുകൊണ്ടിരിക്കുക. ഇനി അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, ബാക്കി ഞാൻ പറയുന്നില്ല എന്നാ പറഞ്ഞത്. അല്ല, ഇനി അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, വരുമെന്ന് പറഞ്ഞല്ലോ എന്നാണ്. ഒരു മുഖ്യമന്ത്രി അന്വേഷണ റിപ്പോർട്ട് വരുമെന്ന് പറയാൻ സുനിൽകുമാറിനെ പോലത്തെ ഒരു മുതിർന്ന നേതാവ് 2 തവണ മാധ്യമങ്ങളെ കാണേണ്ടി വന്നില്ലേ? 2 തവണ മാധ്യമങ്ങളെ കാണേണ്ടി വന്നില്ലേ? CPIയുടെ ബിനോയ് വിശ്വം എത്ര തവണ പറഞ്ഞു? CPIയുടെ മുഖപത്രം എത്ര തവണ ലേഖനം എഴുതി? എന്നിട്ട് നിങ്ങൾക്ക് പൂരം ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തുവിടാൻ സാധിച്ചിട്ടില്ല. ഞങ്ങൾ സമന്വയിപ്പിച്ചോളാം. മുരളീധരൻ പറഞ്ഞതിന് താങ്കൾക്ക് മറുപടി ഇവിടെ സംഘപരിവാറിന് കേരള ജനങ്ങളുടെ പ്രശ്നം അത് നിങ്ങൾ മാത്രം തീർത്തു പോയാൽ പോരാ. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു സംഘപരിവാറിന് ഒരു സീറ്റ് കൊടുത്തിട്ട് ഞങ്ങളെ മുന്നിൽ പ്രശ്നം ഞങ്ങൾ തർക്കിച്ച് ഞങ്ങൾ പരിഹരിച്ചോന്ന് പറഞ്ഞു പോയാൽ പോരാ. മലയാളിക്ക് ബാധ്യതയുണ്ട്. മലയാളിക്കിടയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ എന്ന രീതിയിൽ CPM-ന് കേരളീയ ജനതയോട് അത് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയുണ്ട്. അനിൽകുമാർ, നിങ്ങളത് പറയണം. സ്വീകരിക്കാൻ ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് തന്നെയാണ് ഭരിക്കുന്നത്. നിങ്ങൾ ആജീവനാന്ത പ്രതിപക്ഷമായി ഇരിക്കും എന്ന് മുരളീധരൻ പറഞ്ഞതിന്റെ മറുപടി ഉണ്ടെങ്കിൽ താങ്കൾ പറ. അത് മുരളീധരൻ പറഞ്ഞതിന് മറുപടിയൊക്കെ ഞങ്ങൾ പറയാം. വോട്ട് ചോർച്ചയല്ല, നമ്മുടെ മുമ്പിലുള്ള വളരെ കൃത്യമായിട്ടുള്ള നിയമപ്രശ്നങ്ങൾ, സാങ്കേതിക പ്രശ്നങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പൂരം അന്വേഷണ റിപ്പോർട്ട് നിങ്ങൾ പൂഴ്ത്തി. ഈ പറയുന്ന പാവം സുനിൽകുമാർ കിടന്ന് ബഹളം വെക്കേണ്ടി വന്നു അത് പുറത്തു വന്നതിന് ശേഷം അത് അവർ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. അവസാനം ഒരു ഡീറ്റെയിൽ എൻക്വയറി പ്രഖ്യാപിച്ചു. അതിന് CPIയുടെ സമ്മർദ്ദം വേണ്ടി വന്നു. ഈ സർക്കാരിന്റെ കീഴിൽ ADGP അജിത് കുമാർ ഉണ്ടാവില്ല എന്ന് ബിനോയ് വിശ്വം പറയുന്നു. നിങ്ങളുടെ MV ഗോവിന്ദൻ പറയുന്നു അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്, എനിക്ക് അഭിപ്രായമില്ല എന്ന് വെച്ചാൽ അജിത് കുമാർ അവിടെ ഇരിക്കുമ്പോൾ അജിത് കുമാറിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്ന തീവ്രവാദ വിരുദ്ധതയ്ക്ക് എന്ത് മൂല്യമുണ്ട്? അരുൺകുമാർ, നിങ്ങൾ എല്ലാത്തരം വർഗീയതയ്ക്കെതിരാണെന്ന് പറയുന്നു. നിങ്ങൾ പൊതിഞ്ഞു പിടിച്ചേക്കുന്നത് ആരെയാ? നിങ്ങൾ പൊതിഞ്ഞു പിടിച്ചേക്കുന്ന രമൺ ശ്രീവാസ്തവ എന്ന് പറയുന്ന കുപ്രസിദ്ധനായ ഉദ്യോഗസ്ഥനായിരുന്നു നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഉപദേശകൻ. ഇപ്പൊ നിങ്ങളുടെ ഈ ലോ ആൻഡ് ഓർഡറിൽ ഇരിക്കുന്ന ആരാണ്? RSSന്റെ നിരന്തരമായി പോയി കൂടിക്കാഴ്ച നടത്തുന്ന ഉദ്യോഗസ്ഥൻ. അയാളെ ചേർത്തണച്ചു പിടിച്ചിട്ട് ഞങ്ങൾ വർഗീയതയ്ക്കെതിരാണെന്ന് പറയാൻ ചില്ലറ ഉളുപ്പ് പോരാ എന്ന് ഞാൻ പറയുള്ളൂ. അത് ചോദിച്ചോട്ടെ, താങ്കളാണല്ലോ ചോദിക്കുന്നത്, UDF പ്രതിനിധി അല്ലല്ലോ. UDF പ്രതിനിധിയുടെ താങ്കൾ ചോദിച്ചു. സെൻകുമാർ എന്ന് പറയുന്ന ഒരു DGP-നെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന, ഞാൻ പറയട്ടെ, അല്ല ചോദ്യം ഉത്തരവും താങ്കൾ പറഞ്ഞാൽ പിന്നെ എങ്ങനെ? ഒരു മര്യാദ താങ്കൾ ഇന്നത്തെ ചർച്ച കാണിച്ചിട്ടില്ല. മേലാൽ ഇത്തരം ചർച്ചയ്ക്ക് ഞാൻ വരണമെന്ന് ഞാൻ ആലോചിക്കാം. ഒറ്റ കാര്യം, TP സെൻകുമാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു DGP-യെ UDF. അന്ന് സഖാവ് പിണറായി വിജയൻ പറഞ്ഞു ഇദ്ദേഹമൊക്കെ പോയി അങ്ങ് സംഘപരിവാറിന്റെ രൂപത്തിലേക്ക് പോയി എന്ന്. അന്ന് കോൺഗ്രസ് അത് സമ്മതിച്ചില്ല. കാര്യം മനസ്സിലാക്കിയത് ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, കൃത്യമായി അന്വേഷിച്ച് തെളിവുകൾ ശേഖരിച്ച് ഇതെല്ലാം ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണ്. ഒരു ജുഡീഷ്യൽ റിവ്യൂ ഇല്ല. ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ മേടിക്കും. വ്യാജം പറയാണ്, അർദ്ധവ്യാജം പറയാണ്. ഒന്നാമത് ഈ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി വേറെ കസേരയിലിരുത്താൻ ഒരു ജുഡീഷ്യൽ റിവ്യൂവിന്റെ പ്രശ്നമില്ല. അത് സർക്കാരിന്റെ പൊളിറ്റിക്കൽ വില്ലാണ്. അതാണ് ബിനോയ് വിശ്വം പറയുന്നത്. നിങ്ങൾ ചെയ്യില്ല. നിങ്ങൾ വേറെ അന്വേഷണ റിപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. മുഖ്യമന്ത്രി പറഞ്ഞില്ലേ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ നടപടി സ്വീകരിക്കൂന്ന്. അതേ പറ്റൂ. അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടേ നടപടി സ്വീകരിക്കുള്ളൂ. RSSകാരെ കണ്ട് നിങ്ങൾക്ക് കുറ്റമല്ല. അല്ലാതെ പത്രസമ്മേളനം നടത്തി ജനങ്ങൾക്ക് വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രസംഗിച്ചോ? നിങ്ങൾ അന്വേഷണ റിപ്പോർട്ട് ക്രിമിനൽ ആരോപണങ്ങളുടെ പേരിലാണ്. എന്റെ ചോദ്യം RSSകാരെ കണ്ടത് നിങ്ങൾക്ക് രാഷ്ട്രീയ പ്രശ്നമല്ല, ബിനോയ് വിശ്വത്തിനാണ്, നിങ്ങൾക്കല്ല.
രാഷ്ട്രീയ പ്രശ്നവും ഗവൺമെന്റ് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇല്ല. ഗവൺമെന്റ് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. എവിടെ മറുപടി പറഞ്ഞു? ക്രിമിനൽ ആരോപണങ്ങളാണ് അന്വേഷിക്കുന്നത്. അത് വേറെ കാര്യം. അത് വേറെ കാര്യം. അത് ക്രിമിനൽ ആരോപണങ്ങൾ. RSSനെ കണ്ടത് നിങ്ങൾക്ക് രാഷ്ട്രീയ പ്രശ്നമാണോ? എല്ലാ സഖാക്കളോടും CPM-ന്റെ നേതൃത്വം പറയുന്നത് നിങ്ങൾ പോയി RSSകാരെ കണ്ടോ, കുഴപ്പമൊന്നുമില്ല എന്നാണോ? നിങ്ങളുടെ എഡിറ്റോറിയൽ ബോർഡ് ഇരിക്കുമ്പോൾ ചർച്ച നടത്ത്. അല്ലാതെ എന്റെ അഭിപ്രായം എന്നോട് ചോദ്യം ചോദിച്ചിട്ട് താങ്കൾ തന്നെ ഉത്തരം പറയാനാണെങ്കിൽ ആ എഡിറ്റോറിയൽ ബോർഡ് ഇരിക്കുമ്പോൾ ചർച്ച നടത്തിയാൽ മതി. നമ്മളെ വിളിക്കേണ്ട കാര്യമില്ല. ഗവൺമെന്റിന്റെ നിലപാട് കൃത്യമായി മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് ഗവൺമെന്റിന്റെ നിലപാട്. ആ നിലപാടുമായി മുന്നോട്ട് പോകും. അതിശക്തമായിട്ടുള്ള അന്വേഷണം നടക്കുന്നു. റിപ്പോർട്ട് വരുമ്പോൾ നടപടി സ്വീകരിക്കും. ഓക്കെ, ഈ എല്ലാത്തിനെയും കൂടെ കൃത്യമായി എന്ന വാക്ക് ചേർത്താൽ എല്ലാം കൃത്യമാവില്ല എന്ന് എനിക്ക് അരുൺകുമാറോട് ഈ കാര്യത്തിൽ പറയാനുള്ളൂ.